ഹിന്ദു സന്യാസി ചിന്മയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് പീഡിപ്പിക്കുന്നതിനും ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന അക്രമത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന പ്രതിഷേധം അക്രമാസക്തമായി മാറുന്നു. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന പ്രതിഷേധം ബംഗ്ലാദേശ് ഹൈക്കമ്മീഷനിലേക്ക് തള്ളിക്കയറുവാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. ഒപ്പം തന്നെ ബംഗ്ലാദേശിൻ്റെ ഇടക്കാല ഭരണാധികാരി യൂനസിൻ്റെ കോലം കത്തിക്കുകയും ബംഗ്ലാദേശിൻ്റെ ദേശീയ പതാക കത്തിക്കുകയും ചെയ്തു. ഇതോടുകൂടി ബംഗ്ലാദേശ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. തങ്ങളുടെ ആളുകൾക്ക്, തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്ക്, ഇന്ത്യയിൽ ഉള്ള തങ്ങളുടെ നയതന്ത്ര കാര്യാലയങ്ങൾക്ക് സുരക്ഷ നൽകണം. ഒപ്പം തന്നെ തങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് സുരക്ഷ നൽകണം. കാരണം വധഭീഷണി ഉൾപ്പെടെ തങ്ങളുടെ നയതന്ത്ര കാര്യാലയത്തിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് ഉണ്ട് എന്നാണ് ബംഗ്ലാദേശ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ തങ്ങളുടെ ദേശീയ പതാക കത്തിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കൂടി ബംഗ്ലാദേശ് പറയുന്നു. ഏതായാലും ബംഗിയ ഹിന്ദു ജാഗരണ മഞ്ച് നടത്തിയ പ്രതിഷേധ റാലിയിലാണ് ഇത്തരം സംഭവങ്ങൾ നടന്നത്. ഏതായാലും ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ ബംഗ്ലാദേശിനെതിരായുള്ള ഒരു വലിയ വികാരം രൂപപ്പെടുകയും പ്രതിഷേധമായി അത് മാറുകയും ചെയ്യുന്നു. ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമത്തെ വെച്ച് പൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് വിവിധ ഹൈന്ദവ സംഘടനകളും പറയുമ്പോൾ ബംഗ്ലാദേശികളായിട്ട് 2 കോടിയിൽ പരം ആളുകളാണ് ഇന്ത്യയിൽ ജോലിക്ക് മറ്റുമായി എത്തിയിട്ടുള്ളത്. അത് അത്തരത്തിലേക്കൊരു സംഘർഷമായി നീങ്ങുമോ എന്നറിയില്ല. ഏതായാലും ബംഗ്ലാദേശ് തങ്ങളുടെ പൗരന്മാർക്ക് സുരക്ഷ വേണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.